രാഷ്ട്രീയ നീക്കങ്ങൾ ഒന്നൊന്നായി പിഴച്ച് PV അൻവർ MLA. UDF പ്രവേശനത്തിനും തടസ്സം. അൻവറിനെതിരെ കടുത്ത നിലപാടുമായി VD സതീശൻ. അൻവറിന്റെ വനയാത്ര ബഹിഷ്കരിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ. രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഒന്നൊന്നായി പാളി PV അൻവർ MLA. ഇടതുപക്ഷം വിട്ടിറങ്ങിയ PV അൻവർ തന്റെ രാഷ്ട്രീയ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം 8 നിലയിൽ പൊട്ടിപ്പോവുകയായിരുന്നു. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് സ്വയം പ്രതിപക്ഷ നേതാവ് ചമഞ്ഞ് രംഗത്തെത്തിയ അൻവറിന് വലിയ സ്വീകാര്യതയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നൽകിയത്. അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞ പല മാധ്യമങ്ങളും സംശയ ദൃഷ്ടികളോടെയാണ് അൻവറിന്റെ ചെയ്തികളെ വീക്ഷിച്ചിരുന്നതും. തുടർ പത്രസമ്മേളനങ്ങളും പൊതുയോഗങ്ങളും നടത്തി അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും ഉണ്ടയില്ല വെടികളാണെന്ന് അധികം വൈകും മുമ്പേ വ്യക്തമാവുകയും ചെയ്തു. പല ആരോപണങ്ങളും തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് അൻവർ അവകാശവാദങ്ങൾ മുഴക്കിയെങ്കിലും അതൊന്നും പുറത്തു കൊണ്ടുവരാൻ അൻവറിന് കഴിഞ്ഞതുമില്ല. പിണറായി വിരോധം മാത്രമാണ് അൻവറിന്റെ അജണ്ട എന്ന് അധികം വൈകാതെ ബോധ്യമാവുകയും ചെയ്തു. വ്യക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലും അൻവറിന് സംഭവിച്ചത് വലിയ പാളിച്ചകളാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പലയിടത്തും പല നിലപാടാണ് അൻവർ കൈക്കൊണ്ടത്. പാലക്കാട്ട് UDFനെ പിന്തുണച്ച അൻവറും സംഘവും ചേലക്കരയിൽ UDFനെ എതിർത്തു. ഇതിനെക്കുറിച്ച് തിരക്കിയ മാധ്യമങ്ങളോട് വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുകയാണ് അൻവർ MLA ചെയ്തത്. നിയമസഭാ സമ്മേളനത്തിൽ ഒറ്റയാൾ പോരാളി പരിവേഷം സൃഷ്ടിച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നടത്തിയ ശ്രമങ്ങളും പാളിപ്പോയി. DMKയുടെ ഭാഗമായി മാറാൻ നടത്തിയ ശ്രമങ്ങളും ഫലപ്രദമായില്ല. അതിനെ തുടർന്നാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകമായി മാറാനുള്ള അണിയറ നീക്കങ്ങൾ അൻവർ ആരംഭിച്ചത്. ചില മാധ്യമങ്ങളുടെ പിൻബലത്തോടെ അതിനുവേണ്ട വ്യാപക പ്രചരണം നടത്തിയെങ്കിലും അതും നടന്നില്ല. പിന്നീടാണ് മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞതുപോലെ തന്റെ ആദ്യ തട്ടകമായ കോൺഗ്രസിലേക്ക് തിരികെ എത്താനുള്ള ശ്രമങ്ങൾ അൻവർ ആരംഭിച്ചത്. അൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നതിൽ കോൺഗ്രസിനുള്ളിലെ വലിയ വിഭാഗം നേതാക്കൾക്ക് കടുത്ത എതിർപ്പാണുള്ളത്. അത് മനസ്സിലാക്കി മുസ്ലിം ലീഗിന്റെ പിൻബലത്തോടെ UDFൽ ചേക്കേറാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും ഒടുവിൽ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയോര കർഷക ജനതയുടെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും പിന്തുണയുറപ്പിച്ച് തന്റെ രാഷ്ട്രീയ ശക്തി UDFനെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വനനിയമ ഭേദഗതി നിയമത്തിനെതിരെ ജനകീയ യാത്രയുമായി അൻവർ രംഗത്തെത്തിയത്. ഈ പ്രക്ഷോഭയാത്രയിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ പങ്കെടുക്കുമെന്ന പ്രചരണമാണ് അൻവർ നടത്തിയിരുന്നത്. ജനകീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ച് വയനാട്ടിലെ പനമരത്ത് നടക്കുന്ന പൊതുയോഗം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അൻവർ അറിയിച്ചിരുന്നത്. അൻവറിന്റെയും അപ്പച്ചന്റെയും ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്ഘാടനത്തിൽ നിന്ന് അപ്പച്ചനും മറ്റ് UDF നേതാക്കളും വിട്ടുനിൽക്കുകയായിരുന്നു. ഇതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിർദ്ദേശമായിരുന്നുവെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അൻവർ നിശിതമായി വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ അൻവറിന് ഇടം നൽകുന്നതിൽ സതീശന് വലിയ താല്പര്യവുമില്ല. അൻവർ UDFൽ തിരിച്ചെത്തിയാൽ അത് കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്തിനും VS ജോയ്ക്കും വലിയ തിരിച്ചടിയായി മാറും. രണ്ടുപേരും നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായി ഇരിക്കുന്നവരുമാണ്. അൻവർ മുന്നണിയിലെത്തിയാൽ നിലമ്പൂർ സീറ്റ് നൽകാൻ UDF നിർബന്ധിതരാകും. ഇത് മനസ്സിലാക്കിയാണ് ഈ നേതാക്കൾ അൻവറിനെതിരെ കർശന നിലപാടുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അൻവർ നടത്തുന്ന ജനകീയ യാത്ര രാഷ്ട്രീയ തട്ടിപ്പാണെന്നും കോൺഗ്രസ് അതിൽ സഹകരിക്കില്ലെന്നും ഈ നേതാക്കൾ തുറന്നടിച്ചത് ഈ സാഹചര്യത്തിലാണ്. കഴിഞ്ഞ 8 വർഷം MLA ആയിരുന്നിട്ടും വന്യമൃഗ ഭീഷണിയാൽ ദുരിതത്തിലായ മലയോര കർഷകർക്ക് വേണ്ടി ചെറുവിരലനക്കാത്ത അൻവർ കർഷകരോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെയും VS ജോയിയുടെയും നിലപാട്. അൻവറിന്റെ ജനകീയ യാത്രയ്ക്ക് ബദലായി ലോങ് മാർച്ചും കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനുവരി 3-ാം വാരത്തിൽ വഴിക്കടവ് നിന്നും നിലമ്പൂർ DFO ഓഫീസിലേക്കാണ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രവേശനം അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞ അൻവർ DMKയെ ശക്തിപ്പെടുത്തി UDFലെ ഘടകകക്ഷിയാകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. CPMുമായി മാനസികമായി അകൽച്ചയിലുള്ള ദേവികുളം മുൻ MLA S രാജേന്ദ്രനുമായി അൻവർ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ശ്രമിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്.
രാജേന്ദ്രന്റെ തമിഴ് മേഖലയിലെ സ്വാധീനം ഉപയോഗപ്പെടുത്തി DMK-യെ ശക്തമാക്കാനാണ് അൻവറിന്റെ ശ്രമം. ഒപ്പം തന്നെ അസംതൃപ്തരായ 3 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അൻവർ അവകാശപ്പെടുകയും ചെയ്തു. ഇത് UDF-ഉമായുള്ള വിലപേശലിന്റെ ഭാഗമാണെന്ന് വ്യക്തം. ഒരു CPM അംഗത്തിന്റെയും മറ്റൊരു CPI അംഗത്തിന്റെയും ഒപ്പം NCP-യിൽ ഒരു വിഭാഗത്തിന്റെയും സഹായം ലഭിക്കുമെന്നാണ് അൻവറുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ അൻവറിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇടതുമുന്നണി നേതൃത്വം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായത് PV അൻവർ തന്നെയാണ്. LDF വിട്ടിറങ്ങുകയും ചെയ്തു. UDF-ൽ ഇരിപ്പിടം കിട്ടുന്നതുമില്ല. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്റെ രാഷ്ട്രീയ അസ്തിത്വം ഉറപ്പിക്കേണ്ടത് PV അൻവർ MLA-ക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്.